78 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരരംഗത്തിരുന്നിട്ടും ഗവൺമെന്റ് ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത്. എല്ലാവരും പഹൽഗാം വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടുകൂടി ആകെ വെട്ടിലായത് ആശമാരാണ്. സമരത്തിന് ഇറക്കിയവരുമില്ല, കൊണ്ടുവന്നിരുത്തിയവരുമില്ല, കൂടെ നിന്നവരുമില്ല. അവസാനം പവനായി ശവമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മിനിക്കും കിട്ടിക്കൊണ്ടിരുന്ന കൈമടക്കൊക്കെ കുറഞ്ഞു തുടങ്ങിയ ലക്ഷണമുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ ആരോപണങ്ങളുമായാണ് ഇപ്പോൾ മിനി മാധ്യമങ്ങളെ കണ്ടത്. ഇനിയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുന്നാൽ വാർത്താ പ്രാധാന്യമുള്ള മറ്റു വിഷയങ്ങൾ വരുമ്പോൾ തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രാധാന്യമൊക്കെ കുറഞ്ഞു വരുന്നതായി ആശമാർക്ക് മനസ്സിലായി. പഹൽഗാം വിഷയം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, സർക്കാരിന്റെ 4ാം വാർഷികം തുടങ്ങി നിരവധി കാര്യങ്ങളാണ് തകൃതയായി നടക്കുന്നത്. അതിനിടയിൽ ആശമാർ പഴങ്കഥയായി മാറി. കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് കൂട്ടി നൽകാമെന്ന് പറഞ്ഞപ്പോൾ കരഘോഷം കൊണ്ട് മതിമറന്ന് സുരേഷ് ഗോപിയുടെ കയ്യും പിടിച്ച് മണിമുറ്റത്താവണിപ്പന്തൽ പാടിയ ആശമാരാണ്. അന്ന് കണ്ടുമടങ്ങിയ സുരേഷ് ഗോപിയാണ് ഇന്ന് ഈ നിമിഷം വരെ ആശമാർക്ക് അനുകൂലമായി ഒരു വാക്കുപോലും പിന്നെ സംസാരിച്ചിട്ടില്ല. കാരണം സുരേഷ് ഗോപിക്ക് അറിയാമല്ലോ ഇതൊക്കെ വെറും വാക്കാണെന്നും നടപ്പിലാക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല എന്നും. അതിനുശേഷമാണ് വീണ ജോർജ് JP നദ്ദയെ കണ്ടപ്പോൾ ആശമാരുടെ ഇൻസെന്റീവോ മറ്റു ആനുകൂല്യങ്ങളോ ഒന്നും വർദ്ധിപ്പിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല എന്ന് നദ്ദ തീർത്തു പറഞ്ഞത്. സ്ഥിരം തൊഴിലാളികളാക്കി നിയമിക്കണമെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ കടുംപിടുത്തം പോലും കേന്ദ്ര സർക്കാർ മുഖവിലക്കെടുത്തില്ല. എന്നാൽ അതൊന്നും പ്രശ്നമില്ല, ഒരു വാക്ക് സുരേഷ് ഗോപിയും നദ്ദയും പറഞ്ഞാൽ പറഞ്ഞതാണെന്നായിരുന്നു ആശമാരുടെ വാദം. അതിനു പുറമെയാണ് ആശമാരുടെ സമരപ്പന്തലിൽ വന്നിരുന്ന അവരുടെ നേതാവ് തന്നെ ഒരിക്കൽ ഞങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെയാണ് സമരം ചെയ്യുന്നത്, അല്ലാതെ കേന്ദ്ര സർക്കാരിനെതിരെ അല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ മിനി പറയുന്നു, കേന്ദ്ര സർക്കാർ പറഞ്ഞ ഇൻസെന്റീവ് വർധന 2 മാസം കഴിഞ്ഞിട്ടും പ്രാബല്യത്തിൽ വന്നില്ല എന്നും ഞങ്ങൾക്കൊരു ചുക്കും കിട്ടിയിട്ടില്ല എന്നും. ഇത് പറയാൻ 2 മാസം എടുത്തല്ലോ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമല്ല കേന്ദ്ര സർക്കാരിനെതിരെയും ഗുരുതര ആരോപണങ്ങൾ മിനിക്ക് പറയാനുണ്ട്. 2 സർക്കാരും ആശാ തൊഴിലാളികൾക്കെതിരാണെന്നും 2 കൂട്ടരും ആശാ തൊഴിലാളികളെ കേൾക്കാനോ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനോ തയ്യാറാകുന്നില്ല എന്നുമാണ് മിനി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. പഴയ ആവേശവും പ്രസരിപ്പും ഒന്നും ആ മുഖത്തും വാക്കുകളിലും ഇല്ല. 78 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരരംഗത്തിരുന്നിട്ടും ഗവൺമെന്റ് ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത്. 4 തവണ ചർച്ചകൾ നടന്നു. ഈ ചർച്ചകളിലൊന്നും തന്നെ ഈ സമരസമിതി മുന്നോട്ട് വച്ചിരിക്കുന്ന ഓണറേറിയം വർധനവെന്ന വിഷയം അഡ്രസ് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. 4 തവണ ആശമാരുമായി ചർച്ചയ്ക്ക് സംസ്ഥാന സർക്കാർ തയ്യാറായി എന്ന് പറയുന്ന മിനി ഓണറേറിയം കൂട്ടുന്ന കാര്യത്തിലും 1 രൂപ പോലും കൂട്ടിത്തരുന്ന കാര്യത്തിലും സർക്കാർ നടപടിയെടുത്തില്ല എന്ന് കുറ്റപ്പെടുത്തുന്നുമുണ്ട്. എന്നാൽ ആശമാരുടെ വിഷയങ്ങൾ പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കാമെന്നും അതിന്മേൽ തീർപ്പ് കൽപ്പിക്കാമെന്നും സാവകാശം തരാനും സർക്കാർ പറഞ്ഞതൊന്നും അംഗീകരിക്കാൻ ആശമാർ തയ്യാറായില്ല എന്ന കാര്യം മിനി ബോധപൂർവം മറക്കരുത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മെയ് 5 മുതൽ ജൂൺ 17 വരെ രാപ്പകൽ കാൽനട ജാഥ സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ ഇകഴ്ത്തി ജനരോക്ഷം അഴിച്ചുവിടാൻ ശ്രമിക്കുമെന്ന് പ്രഖ്യാപിച്ച ആശമാർക്കൊക്കെ ഇപ്പോൾ ശൗര്യം കുറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനൊപ്പം കേന്ദ്ര സർക്കാരും കുറ്റക്കാരാണെന്ന് നിങ്ങൾ തന്നെ പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്താൻ വേണ്ടി കേരളം മുതൽ പാർലമെന്റ് മന്ദിരം വരെയെങ്കിലും ഈ കാൽനട ജാഥ നടത്താതിരിക്കുന്നത് ഇനി മോശമാണ്. ദിവസക്കൂലി കൊടുത്തുകൊണ്ടിരുന്നവരുടെ ഒക്കെ ഖജനാവ് കാലിയായ ലക്ഷണമാണ്. അവരൊക്കെ പലവിധ തിരക്കുകളും സാമ്പത്തിക ഞെരുക്കത്തിലുമായപ്പോൾ ആശമാർ പതിയെ തങ്ങളുടെ ശൗര്യമൊക്കെ കുറച്ച് എങ്ങനെയെങ്കിലും വീട്ടിൽ പറഞ്ഞു വിട്ടാൽ മതി എന്ന മട്ടിലായിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ സംസ്ഥാന സർക്കാർ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി മുന്നോട്ട് പോവുകയുമാണ്. ഈ ആശമാർ ഇനി എങ്ങനെ വീട്ടിൽ പോകും? ഇതെങ്ങനെ ഒന്ന് അവസാനിപ്പിക്കും? പൂർത്തിയാക്കാത്ത സമസ്യയായ ആശമാരുടെ പ്രശ്നം നീളുകയാണ്. വേണ്ടാത്ത പണിക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടിപ്പോൾ പിടിച്ചതുമില്ല, കക്ഷത്തിരുന്നതുമില്ല. രാത്രിക്ക് രായ്മാനം ഇനി ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് വീടുകളിലേക്ക് ഒളിച്ചോടി പലായനം ചെയ്യാതിരുന്നാൽ മതി.